സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയാണ്. നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരേ സ്വരത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിയത് 9 വർഷമായിട്ട് തൻ്റെ മാതാവിനെ കാത്തിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഓർത്താണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, മാതാവിന് എന്ത് സംഭവിക്കും, ഇനി രക്ഷപ്പെടുമോ രക്ഷപ്പെടില്ലേ എന്നുള്ള യാതൊരു ഉറപ്പുമില്ലാതെ ഏതോ ഒരു രാജ്യത്തെ ആ ജയിലിൻ്റെ അറയ്ക്കുള്ളിൽ ആലോചിച്ചോ. അമ്മ അവിടെ കിടക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് എത്രമാത്രം വിഷമമുണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പെൺകുട്ടിയുടെ വാക്കുകളാണ് ഞാനിപ്പോഴും കേൾപ്പിക്കുന്നത്. അത് ഏതായാലും നിങ്ങളത് കേൾക്കൂ. കേട്ടതിന് ശേഷം അതിനെപ്പറ്റി നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. മമ്മിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ കുഞ്ഞിലെ കണ്ടിട്ടുണ്ട്. കുഞ്ഞിൽ എൻ്റെ മാമോദീസയൊക്കെ മുങ്ങിയിട്ട് മമ്മി അപ്പം തന്നെ പോയി. എനിക്ക് ഇനിയും ഭയങ്കര കൊതിയുണ്ട് എനിക്ക് മമ്മീനെ കാണുന്നു. എൻ്റെ മമ്മീനെ രക്ഷിച്ച് പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് കൊണ്ടുപോയി തരണം. എനിക്ക് കാണാൻ ഭയങ്കര കൊതിയുണ്ട്. ഞാൻ പപ്പയോട് ചോദിക്കും, മമ്മി എന്നാ വന്നെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. മമ്മീനെ ജയിലിൽ നിന്ന് പെട്ടെന്ന് തന്നെ മമ്മീനെ കൊണ്ടുവന്നു. വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഏകദേശം 2015 മുതൽ ഇന്ന് വരെയുള്ളത്. നമുക്ക് അതിന് സാധിച്ചില്ല. അതെന്താണെന്നറിയില്ല. കാരണം ദൈവനിശ്ചയമാണോ എന്നുള്ളത് നമുക്കറിയില്ല, അല്ലെ നമ്മുടെ സമയദോഷമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാമെന്നുള്ളത്. അതിൽ ഞങ്ങൾക്ക് ലൈസൻസ് എടുത്ത് തരാൻ വേണ്ടി ഒരാളെ ഒരു പെൺകുഞ്ഞിൻ്റെ അതിൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥയാണ്. മാമോദീസ മുങ്ങിയതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ, അതിന് ബുദ്ധി പോലും ഉറക്കാത്ത കാലത്തിലാണ് ഈ സ്ത്രീ അങ്ങോട്ട് പോയിരിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ട്. നമ്മളിൽ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അന്യദേശത്ത് പോയിട്ട് ജോലി ചെയ്യുന്നവരാണ്. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണം സമ്പാദിക്കും. ചില ആൾക്കാരൊക്കെ ഒന്നും അതിന് കഴിയാതെ അവിടെ തളർന്നു വീഴുന്നവരുണ്ട്. പിന്നെ അവിടെ നിന്നും പറഞ്ഞാൽ ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ മടങ്ങുന്നവരുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് മടങ്ങുന്നവർ, ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു രാജ്യത്ത് പോയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോഴേ അവിടെ പോക്കൃത്തരം കാണിക്കാതിരിക്കുക പരമാവധി. അതാണ് വേണ്ടത്. ഇപ്പോൾ ഈ മലയാളികളായ നമ്മൾ മാത്രമാണ് ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നത്. വേറെ ഒരു രാജ്യക്കാരും ഇതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ സൗദി അറേബ്യയിൽ എന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മലയാളിയെ കൊലപ്പെടുത്തിയ ഒരു ഈജിപ്ഷ്യൻ പൗരൻ്റെ വധശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട്. അയാൾക്ക് മാപ്പ് ചോദിക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ ഒന്നും ആരും തയ്യാറായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ശിക്ഷ അതാണ്. ആ ശിക്ഷ അയാൾ അനുഭവിച്ചേ തീരൂ എന്നാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. ഏതായാലും അതുപോലെ തന്നെ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മലയാളി സമൂഹം ഒന്നടങ്കം, പണത്തിനാണെങ്കിൽ പണം, എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും സഹായം ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇടപെടാം എന്ന് തന്നെ പറയുന്നത് ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. അതായത് ഈ പെൺകുട്ടിക്ക് അതിൻ്റെ അമ്മയെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പുണ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് ആ സ്ത്രീ ജയിലിലാണ്. ആ സ്ത്രീ അവിടെ വെച്ച് നല്ല രീതിയിൽ അവർ അനുഭവിച്ചിട്ടുണ്ട്. അവർ ആയുഷ്കാലത്തിന് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജയിലിൽ വെച്ച് അനുഭവിച്ചു. പക്ഷേ അവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വലിയ കാര്യമാണ്. അതൊരിക്കലും അവർ ചെയ്യാൻ പാടില്ലായിരുന്നു. മറ്റൊരു ദേശത്ത് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ എന്താണ്, പ്രത്യാഘാതം എന്താണ് എന്നൊക്കെയെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ ഇതൊന്നും കാണാതെ കേൾക്കാതെ നമ്മൾ പോയിട്ട് ഇതിൻ്റെ അകത്ത് ചാടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് കൊടുക്കേണ്ട വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെയാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവിടെ ഇനി ആ ക്ലിനിക്ക് അയാൾ എടുത്തോട്ടെ, അവിടെ നിന്നും വിട്ടുവരാം, നഷ്ടപ്പെട്ട പൈസകൾ പിന്നീട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ സഹോദരി ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്തിട്ടെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാകുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ സഹോദരി അത് ചെയ്തില്ല. പകരം എന്ന് പറഞ്ഞാൽ ആ സഹോദരിയുടെ മാനസിക നില അപ്പോഴെന്തായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല. ആ ഒരു മാനസിക നിലയിൽ ആ സ്ത്രീ ചെയ്ത കാര്യമാണ് അവർക്ക് ഏറ്റവും വലിയൊരു ദുരിതമായിട്ട് മാറിയത് എന്നുള്ളതാണ്. ഒരു ജീവനാണ് അവിടെയും പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ രാജ്യത്തെ ഒന്നും പറയാനോ അല്ലെങ്കിൽ അവരുടെ ആ കുടുംബത്തെ ഒന്നും പറയാനോ, ഇനി ആ മരിച്ച വ്യക്തിയെ തന്നെ ഒന്നും പറയാൻ പാടില്ല. അയാൾ എത്ര കൊള്ളരുതാത്തവനായി കഴിഞ്ഞാലും ഇനി അയാളുടെ കുടുംബം വിചാരിച്ചാൽ മാത്രമേ ഇവിടെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അവരുടെ കുടുംബമാണ് മാപ്പ് കൊടുക്കേണ്ടത്. അവർ പൈസ വാങ്ങിച്ചിട്ടായാലോ ഇല്ലെങ്കിലോ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരിയുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ അവിടെ കടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കലാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിദേശകാര്യ മന്ത്രാലയവും നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ തന്നെയാണ്.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ദയവ് ചെയ്ത് നിങ്ങൾ മറ്റുള്ള രാജ്യത്ത് പോയിട്ട് പോക്കൃത്തരം കാണിക്കരുത്. നമ്മുടെ ഇന്ത്യ പോലെയല്ല, ഇല്ലെങ്കിൽ നമ്മുടെ കേരളം പോലെയല്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ജാമ്യം കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലൊക്കെ പോയിട്ട് വരാൻ ശരിക്കും ഗൾഫിൽ നിന്ന് പോകുന്നത് പോലെയാണ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവിടെ 30 ദിവസം പരോള് തരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ആഹാരം, നല്ല ഭക്ഷണം, ഇതൊക്കെ നല്ല ആഹാരം തരുന്നു, നല്ല ജീവിതം തരുന്നു, പൈസയും തരുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും അങ്ങനെയല്ല മക്കളെ. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ എടുത്തു കഴിഞ്ഞാൽ ശരീഅത്ത് നിയമപ്രകാരം മറ്റുള്ളവൻ്റെ ആ ഒരു ജീവനും കൂടി എടുക്കും എന്നുള്ളതാണ്. അവിടെ നിരവധി ജീവൻ പൊലിഞ്ഞ സ്ഥലം തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ നിമിഷപ്രിയ ജീവിച്ചിരിക്കുന്നത് തന്നെ നമുക്കെല്ലാവർക്കും ഒരു അതിശയം തന്നെയാണ്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും കേസ് വരെ ഉണ്ടാകാറില്ല. അതായത് അതുപോലെയുള്ളൊരു രാജ്യം, ആ രാജ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് ഒരു സ്ഥിരതയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭരിക്കുന്നത് ആരാണ്, ആ ഭരിക്കുന്നവർക്ക് എന്തെങ്കിലും വിലയുണ്ടോ എന്നുപോലും നമുക്കറിയില്ല. ഏതായാലും ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റ് ഒപ്പുവെച്ചു എന്നാണ് പറയുന്നത്. പ്രസിഡൻറ്റ് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷവും ഇനി ഒരു അറിയിപ്പ് പോലും ഉണ്ടാവില്ല. ഏത് നിമിഷം അവർക്ക് തോന്നുന്നു ആ നിമിഷം ഇത് നടപ്പാക്കുമെന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തായാലും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും കണ്ടതാണ് ഇവിടെയുള്ള ഭീകരന്മാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നത് പത്രമാധ്യമങ്ങളിൽ കൂടിയാണ്. ഇന്ന് ആളുടെ കഥ കഴിച്ചു എന്ന് നമ്മളെല്ലാവരും അറിയുന്നത്. അതുപോലെ തന്നെയാണ് ഇനി എത്രയും പെട്ടെന്ന്, ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ടൈം എന്നൊക്കെ പറയുന്നില്ലേ, അതായത് നിർണായകമായ ഓരോ മിനിറ്റാണ് നമ്മുടെ മുന്നിലൂടെ പോകുന്നത്. ആ ഒരു മിനിറ്റിനുള്ളിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അത്ഭുതമാണ്, അല്ലാതെ വേറെ ശാസ്ത്രമോ ഒന്നുമല്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ, അവരുടെ ബന്ധുക്കളായ ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നിട്ട് ആ സ്ത്രീക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് അവരുടെ പിന്നെ അടുത്ത ബന്ധുക്കളെല്ലാവരും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് അവർക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അതായത് ഈ കുഞ്ഞിൻ്റെ ശബ്ദമെങ്കിലും, ഈ കുഞ്ഞിനെയെങ്കിലും അവരെ കൊണ്ട് കാണിച്ചിട്ട്, അതായത് ഇതിന് വേണ്ടിയിട്ടെങ്കിലും, ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ച വ്യക്തി അവർക്ക് എങ്ങനെയുള്ള ആളാണെന്നൊന്നും നമുക്കറിയില്ല. നമ്മളൊക്കെ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾ തനി പോക്കൃത്തരം കാണിക്കുന്നവനാണ്, അയാൾ ഈ സ്ത്രീയെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, അവരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അവരുടെ കുടുംബത്തിൽ, അതുപോലെ അവരുടെ നാട്ടിൽ എങ്ങനെയായിരുന്നു ഈ മരിച്ച തലാൽ എന്ന് പറയുന്ന വ്യക്തി എന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമുക്ക് ഇവരൊക്കെ പറയുന്ന അറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ്റെ പിന്നെ അവരുടെ സ്വഭാവത്തെ പറ്റിയൊന്നും നമുക്കൊന്നും അറിയില്ല. ഒന്നും അറിയാത്ത കാര്യം നമ്മൾ പറയാനും പാടില്ല. എന്തൊക്കെയായാലും ഒരു ജീവനാണ് അവിടെ പോയിരിക്കുന്നത്. നമ്മളവിടെ ജോലി ചെയ്യാൻ പോയതാണ്. ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ വാങ്ങിച്ചു വരിക എന്നല്ലാതെ അവിടേക്ക് ബിസിനസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരുമായിട്ട് കമ്പനി അടിക്കാനോ ഒന്നും പാടില്ല. ഇപ്പോഴും പല ഗൾഫ് കൺട്രികളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. നാളെ ഏതെങ്കിലും ഒരുത്തമെന്ന് പറയുന്നു, ഡോക്ടറെ, നേഴ്സെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, എൻ്റെ കൂടെ വരൂ, നമുക്കൊരു ക്ലിനിക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല. അതായത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ ഇതിന് മുന്നിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്നബി തന്നെയാണ്. നമ്മളിവിടെയൊക്കെയുള്ള ബംഗാളികളില്ലേ, നമ്മൾ ബംഗാളികൾക്ക് എത്രമാത്രം വിലയാണ് കൊടുക്കുന്നത്, ആ ഒരു വില പോലും അവിടെ നമുക്ക് കിട്ടത്തുമില്ല. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും ആ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി ജീവനോടുകൂടി തിരിച്ചെത്തട്ടെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുത്തനും ഇനി പോയിട്ട് പോക്കൃത്തരം കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.